ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യ റംഭാശൻ, വന്യ വൈദിക ശ്രേഷ്ഠ കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ ലോകം മുഴുവനും ആഘോഷപൂർണമായ അനുഭവങ്ങളിലൂടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പ്രത്യേകാൽ പരിശുദ്ധ നോമ്പിൻ്റെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിലൂടെ വീണ്ടും ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം? അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അസമാധാനം നിറഞ്ഞ ലോകത്തിൽ സമാധാനത്തിൻ്റെ ആത്മീകമായ മൂല്യങ്ങളെ പകരുവാൻ തൻ്റെ ജനനം കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും അന്നും ഇന്നും ലോകത്തിന് മുമ്പിൽ ഒരു വലിയ സന്ദേശമായി നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ജനനം നാം ഓരോരുത്തരും സഭയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കവും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെയും കുറവുകളെയും ഒക്കെ ഓർക്കുവാനും പുതിയ 2017 എന്ന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മീകമായ നിലയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആത്മീകമായ ഉത്തരവാദിത്തത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും തക്കവണ്ണം നാം ഓരോരുത്തരും ഒരുങ്ങുന്ന ഈ നല്ല നിമിഷത്തിനായി നമുക്ക് ദൈവസന്നിധി നമ്മെ പരിപൂർണമായി സമർപ്പിക്കാം. പരിശുദ്ധനായ പരിമലത്തിനുമേയുടെ സ്വർഗീയ മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും അനുഗ്രഹമായിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്നും, ഈ പുണ്യ ദേവാലയത്തിൽ നിന്നും, ഈ കബറിടത്തിൽ നിന്നും ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ നല്ല മക്കളായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യങ്ങളാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഇപ്രകാരം വേദഭാഗം നാം വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിഞ്ഞതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. യെരമ്യാ പ്രവാചകൻ തൻ്റെ പ്രിയ ജനത്തോട് അറിയിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജ്ഞാനത്തിൻ്റെയും ബലത്തിൻ്റെയും ധനത്തിൻ്റെയും അനുഭവങ്ങൾ. തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിൽ ഈ 3 കാര്യങ്ങളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. നല്ല വാർത്തകൾ തീരെയില്ലാത്ത ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ദൈവവചനം നല്ല വാർത്തയാണെന്ന് നമുക്കറിയാം. എന്താണ് ദൈവവചനം നല്ല വാർത്തയാകുന്നത്? ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തി. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് അരുളിക്കൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു വലിയ സന്ദേശമായി നല്ല വാർത്തയായി ജനിച്ചു എന്നുള്ളതാണ്. കേവലം ജനിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ അന്നും ഇന്നും ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു ഒരു വലിയ സന്ദേശമാണ്. ആ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ ക്രിസ്തുവിൻ്റെ ആലയത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നല്ല വാർത്തകൾ ഇല്ലാത്ത ഒരു ലോകക്രമത്തിൽ നമുക്കറിയാം. ഇന്ന് നമ്മൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഭീതി ഉളവാക്കുന്ന അനേക വാർത്തകളും സന്ദേശങ്ങളും ഇന്ന് നിലനിൽക്കുകയാണ്. വർഗീയതയും മതവിദ്വേഷവും കൊലപാതകങ്ങളും സ്ത്രീകളും കുഞ്ഞുങ്ങളും നേരിടുന്ന വെല്ലുവിളികളും പീഡനങ്ങളും ഇങ്ങനെ പോകുന്നു. നമ്മുടെ വാർത്താ രീതികൾ നമുക്കറിയാം. കൂടാതെ ഇന്ന് അസാധുവാക്കപ്പെട്ട നോട്ടിനെ പറ്റിയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും 30-ാം തീയതിയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സമയവും കഴിഞ്ഞു. ഇന്നും
പലവിധമായ പ്രയാസങ്ങളിലൂടെ ജനസമൂഹം മാറ്റപ്പെടുന്ന ഒരു സാമൂഹിക ക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ദൈവമക്കളാകുന്നു എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അയോഗ്യരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളുടെ ഉദരത്തിൽ ജന്മമെടുക്കുകയും ഈ ഭൂമിയിലേക്ക് ജനിക്കുവാനും ജീവിക്കുവാനും നമ്മുടെ പാപം കണക്കിടാതെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ കരുതിക്കൊണ്ട് ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ തണലിൻ്റെ കീഴിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നത് നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ്. നമ്മുടെ പാപങ്ങളെ കണക്കിടാതെ അവൻ നമ്മളെ സ്നേഹിക്കുന്നു, കരുതുന്നു, നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു തരുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ ദൈവമഹത്വമായി നാം കാണണം. അപ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കെ ദൈവമക്കൾ ദൈവത്തെ പോലെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീൻ. ക്രിസ്തു ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്കും അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഭൗതികമായ ലോകത്തിൻ്റെ മായാമോഹങ്ങളിലേക്ക് അടിമപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ ആധുനികമായ ആഡംബരപൂർണമായ ആഘോഷപൂർണമായ ധനസമൃദ്ധിയുടെയും ഭൗതികമായ നേട്ടങ്ങളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവമക്കൾ എന്നുള്ള ആ സ്ഥാനവും ആ പദവിയും ആ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ മുമ്പാകെ നിലനിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വേദവാക്യങ്ങൾ നമ്മൾ പരിപൂർണമായും ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ആ മൂന്ന് കാര്യങ്ങളുടെ ആഴമായ ചിന്തകളിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ ഇവിടെ എന്താണ് പ്രവാചകൻ പറയുന്നത്? ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. എന്തിലാണ് പ്രശംസിക്കുന്നത്? യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ പ്രശംസിക്കുവാൻ, അതിലാണ് എനിക്ക് ദൈവേഷ്ടമെന്ന് യഹോവ നമ്മോട് അരുളി ചെയ്യുമ്പോൾ ദൈവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ആത്മീകമായ ജീവിത സരണി പിന്തുടരാതെ തൻ്റെ കഴിവും തൻ്റെ സമ്പാദ്യങ്ങളും തൻ്റെ ബലവും കൊണ്ടുമാണ് ഇന്നത്തെ മനുഷ്യൻ ജീവിക്കുന്നതെന്നുള്ള ഒരു തെറ്റായ ധാരണ ഇന്ന് ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലും മനുഷ്യരിടയിലുമുണ്ട്, അല്ലേ? അവിടെയാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത്, ജ്ഞാനവും ധനവും ബലവും ദൈവം നൽകുന്ന ദാനങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു വിശ്വാസിക്ക് എപ്പോൾ സാധ്യമാകുമോ അവിടെയാണ് നമ്മൾ ദൈവികരായി മാറ്റപ്പെടുന്നുള്ള ചിന്തയാണ് പ്രവാചകൻ ഈ വേദവാക്യങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി ഈ വേദഭാഗം നൽകുന്ന സന്ദേശം, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ജ്ഞാനം എന്താണ്? അറിവല്ലേ? ലോകപ്രകാരം നാം ജീവിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തി, അയോഗ്യരായ നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജനിക്കുകയും ജന്മമെടുക്കുകയും ഈ മനോഹരമായ ഭൂമിയിലേക്ക്, അല്ലെ, സർവചരാചരങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും ഇത്ര മനോഹരമായ പ്രപഞ്ചത്തിലേക്ക്, ദൈവസൃഷ്ടിയായ പ്രപഞ്ചത്തിലേക്ക് ജനിച്ചു വീഴുവാനും പാപപങ്കിലമായ ലോകത്തിൽ തിന്മകൾ നിറഞ്ഞ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കെ അനുതാപത്തിന്റെയും കുംഭസാരത്തിന്റെയും കൗതാശിക ജീവിത അനുഭവങ്ങളിലൂടെ മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പാകെ ഉണ്ടാകുമ്പോൾ, നിലനിൽക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തിൽ ഞാനും നിങ്ങളും ആയി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലോകപ്രകാരം ഭൗതികമായ ജ്ഞാനം സമ്പാദിക്കുവാൻ, അറിവ് സമ്പാദിക്കുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം തമ്പുരാൻ ഒരുക്കി തരികയാണ്. അപ്പോൾ ദൈവം നൽകുന്ന ജ്ഞാനം അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ദൈവമക്കൾക്ക് ഇടയാകണമെന്നുള്ളതാണ്. വേദപുസ്തക ചരിത്രത്തിൽ ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഇസ്രായേൽ ജനജീവിത പാരമ്പര്യത്തിൽ പുരോഹിതൻ, ജ്ഞാനി, പ്രവാചകൻ എന്നീ മൂന്ന് കൂട്ടരാണ് ജനതയ്ക്ക് ഉപദേശവും ആലോചനയും മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നത്. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല എന്ന്
യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിവ്, ജ്ഞാനം ലഭിക്കുന്നത് എൻ്റെ ദൈവത്തിൽ നിന്നാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് നമുക്കറിയാം, നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ നേടുമ്പോൾ ദൈവത്തെ പോലും പരീക്ഷിക്കുന്നവരായി മനുഷ്യർ മാറുന്നുണ്ട് അല്ലേ? നമ്മുടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു, മനുഷ്യരെ സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് ദൈവം ഈ ഭൂമിയെ, മനോഹരമായ പ്രപഞ്ചത്തെയും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം നമ്മുടെ ദൈവം നമുക്ക് നൽകി. എന്നാൽ നമ്മൾ രണ്ട് അറിവ് സമ്പാദിച്ചു കഴിയുമ്പോൾ, വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോൾ, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ പരീക്ഷിക്കുന്നവരായി പലപ്പോഴും മനുഷ്യര് മാറ്റപ്പെടുന്നുണ്ട്. ദൈവം നൽകിയ ജ്ഞാനവും അറിവും, ദൈവം നൽകിയ ജീവിത കൃപകളും ഭൗതികമായ നേട്ടങ്ങളും, അത് ഈ ലോകപ്രകാരമുള്ള അറിവാകട്ടെ, ഈ ലോകപ്രകാരമുള്ള ഭൗതികമായ ജ്ഞാനമാകട്ടെ, എന്തുമാകട്ടെ, ഏത് അങ്ങേയറ്റം വരെ പോയാലും അവിടെ ആ അറിവ് കൊണ്ട് ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കുവാൻ, ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ദൈവമക്കൾക്കിടയാകരുത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം നൽകിയ ദാനവും കൃപയും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ആ ദൈവത്തെ നമ്മുടെ അറിവുകൊണ്ട് അളക്കുവാനുള്ള അവകാശമോ പ്രാപ്തിയോ ഒന്നും നമുക്കില്ല. മനുഷ്യൻ എല്ലാം കണ്ടുപിടിച്ചു. ലോകപ്രകാരം നാം ജീവിക്കുമ്പോൾ അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ മനുഷ്യൻ നേടിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം മനുഷ്യൻ ഇന്നും, മരണത്തെ അതിജീവിക്കുവാൻ മനുഷ്യന് സാധ്യമാണോ? മരണത്തിന്റെ അധിപതി ആരാണ്? ദൈവമാണ് അല്ലെ? മറ്റെല്ലാ കാര്യങ്ങളിലും അവന്റെ അറിവും അവന്റെ ജ്ഞാനവും വളരെ വളരെ ശ്രേഷ്ഠമായി നിലനിൽക്കുകയാണ്. അതും ദൈവം നൽകുന്ന കൃപയിലൂടെയാണ് അവൻ ഇപ്രകാരമുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ മരണത്തെ മാത്രം അതിജീവിക്കുവാനുള്ള കണ്ടുപിടുത്തങ്ങളോ അതിനുള്ള യാതൊന്നും ചെയ്യുവാൻ മനുഷ്യന് സാധ്യമായിട്ടില്ല. അപ്പോൾ നമ്മളെക്കാൾ എവിടെയാണ് ദൈവത്തിന്റെ സ്ഥാനം? നമ്മളെക്കാൾ, നമ്മുടെ അറിവിനേക്കാൾ അപ്പുറമാണ്, നമ്മുടെ അറിവിന്റെ പരിമിതികൾക്കാൾ അപ്പുറമാണ് എൻ്റെ ദൈവത്തിന്റെ ജ്ഞാനം. ആ ദൈവിക ജ്ഞാനം എൻ്റെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ, നല്ല കാര്യവിചാരകത്വത്തോടെ കൈകാര്യം ചെയ്യുവാൻ ദൈവമക്കൾക്കിടയാകണമെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ജനസമൂഹം തൻ്റെ അറിവും ജ്ഞാനവും കഴിവുമൊക്കെ തൻ്റെ പ്രാപ്തി കൊണ്ടാണ് നേടിയെന്നുള്ള അഹംഭാവവും, ഞാനെന്ന ഭാവവും അഹങ്കാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. നമ്മൾ താഴോട്ട് ഇതിൻ്റെ ആഴമായ ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ അതൊന്നുമില്ലായ്മയുടെ അനുഭവമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സഭാപ്രസംഗി ജ്ഞാനത്തെപ്പറ്റി അനേക കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഭാപ്രസംഗി പുസ്തകം ആരാണ് എഴുതിയത്? ശലോമോൻ രാജാവാണെന്ന് നമുക്കറിയാം. ഊരിയയുടെ ഭാര്യയായിരുന്ന ബേത്ശേബയിൽ ദാവീദിനുണ്ടായിരുന്ന പുത്രനാണ്. ദാവീദിന് ശേഷം ഇസ്രായേലിലെ രാജാവായി ശലോമോൻ മാറ്റപ്പെടുകയാണ്. സമാധാനം ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായി എന്ന് പ്രത്യേകമായും ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലിയ വിജ്ഞാനിയായിരുന്ന ശലോമോൻ പല ഗ്രന്ഥങ്ങളും രചിച്ചുവെന്ന് ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ജ്ഞാനിയായ ശലോമോന്റെ ജീവിതത്തിൽ അവിടെ ഒരു പ്രശ്നം കടന്നു വരികയാണ്. എന്താണ്? വാർദ്ധക്യത്തിൽ സഹധർമ്മിണിയുടെ ദുരാലോചന കേട്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞതിനാൽ ദൈവകോപത്തിന് ഇരയാകുന്ന ശലോമോനെ നമ്മൾ കാണുകയാണ്. വലിയ വിജ്ഞാനിയായിരുന്നു, അറിവുള്ളവനായിരുന്നു, പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. എന്നാൽ സഹധർമ്മിണിയുടെ ദുരാലോചന കേട്ട് ദൈവം നൽകിയ അറിവും ജ്ഞാനവും തുച്ഛീകരിക്കപ്പെടുമ്പോൾ ദൈവകോപത്തിനിരയാകുന്ന ശലോമോനെ ചരിത്രം നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അളക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ പരീക്ഷിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ പൈശാചികമായ എന്തെങ്കിലും തിന്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ട് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഭൗതികമായ നേട്ടങ്ങൾ നേടുവാനും
ആത്മീകമായ ജീവിതം നയിക്കുവാൻ എനിക്ക് ആത്മീകമായ സുഹൃതങ്ങൾ എന്നെ ദൈവം നൽകിയെങ്കിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും കൂടെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് ലോകൈക രക്ഷകന് ജന്മം കൊടുക്കുവാൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നും വകവയ്ക്കാതെ ദൈവത്തിന്റെ ദാസിയായി വിശുദ്ധ കന്യകമറിയാം ജീവിച്ചതുപോലെ ഇന്ന് നമ്മൾ ആരുടെ സന്നിധിയിൽ ഈ ദേവാലയത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു പോകുന്നുവോ ആ വിശുദ്ധനായ പരിമല തിരുമേനി ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇന്നും അന്നും ഈ ലോകത്തിന് മാർഗനിർദ്ദേശമായി പ്രകാശമായി ജീവിക്കുവാൻ ഇടയായതുപോലെ ദൈവം നൽകുന്ന കൃപകളും അനുഗ്രഹങ്ങളും ദൈവനാമ മഹത്വത്തിൽ വിനിയോഗിക്കുവാൻ ദൈവമക്കൾക്കിടയാകുമ്പോൾ അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അവിടെയാണ് നമ്മുടെ അറിവ് അത് ദൈവികമായ അറിവായി മാറ്റപ്പെടുന്നത്. അവിടെയാണ് നമ്മുടെ അറിവ് കൊണ്ട് ലോകത്തിൽ പ്രകാശം വരുത്തുവാൻ നമുക്കിടയാകുന്നത്. അതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നാം ഓർക്കുക, ജ്ഞാനം എന്റെ ദൈവം നൽകുന്നതാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുവാൻ നമുക്കിടയാകണം. സൂർദാസ് എന്ന ഗായകനെ പറ്റി നമുക്കറിയാം. അലഞ്ഞു നടന്നിരുന്ന ഗായകനായിരുന്നു സൂർദാസ്. അന്ധനായിരുന്ന അയാൾക്കൊരു ദിവസം കാഴ്ച കിട്ടുകയാണ്. കാഴ്ച കിട്ടി അയാൾ കണ്ണുകൾ മുറുകെ അടച്ച്, ഭഗവാനെ നിന്നെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ മറ്റൊന്നും കാണാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് വീണ്ടും അന്ധനായി തീരുന്ന ഒരനുഭവത്തെ പറ്റി അദ്ദേഹത്തിന്റെ ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. അന്ധനായിരുന്ന അദ്ദേഹം ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് കാഴ്ച കിട്ടി. ആ കാഴ്ച കിട്ടി അദ്ദേഹം ദൈവത്തെ കണ്ടു, ഭഗവാനെ കണ്ടു. ഇനി ഈ ലോകത്തിലെ മറ്റൊന്നും എനിക്ക് കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അന്ധനായി തീരുന്ന ആ ജ്ഞാനത്തിന്റെ അറിവിന്റെ അനുഭവമാകണം നമ്മുടെ ജീവിതത്തിലും. ഈ ലോകത്തിൽ നമുക്ക് സുഖങ്ങൾ ഏറി വരുമ്പോൾ, ഭൗതികമായ നേട്ടങ്ങൾ ഏറി വരുമ്പോൾ ദൈവത്തെ നമ്മൾ മറക്കുകയാണ്. ദൈവിക ആരാധനകളെ നമ്മൾ മറക്കുകയാണ്. നമ്മുടെ പാരമ്പര്യങ്ങളെ, ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ മറക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ലോകത്തിന്റെ പുറകെ ഇന്ന് ഓടുകയാണ്. അതാണോ ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുക? അതല്ല, അതിനപ്പുറമായി ആത്മീകമായ സുഹൃതത്തെ ജീവിതത്തിൽ നേടുവാൻ നമുക്കിടയാകണമെന്നുള്ളതാണ്. മറ്റൊരു ജ്ഞാനിയെ പറ്റി വേദപുസ്തകം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. ശിമിയോൻ എന്ന ജ്ഞാനവൃദ്ധനെ പറ്റിയാണ് പറയുന്നത്. അയാൾ ഒരു ചെറിയ കുഞ്ഞിനെ ആകാശങ്ങളിൽ ഉയർത്തി അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇനിയും അവിടുത്തെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ, മരിച്ചോട്ട് എന്ന് സാരമെന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു കുഞ്ഞിനെ ആകാശങ്ങളിലേക്ക് ഉയർത്തി ഇനി അവിടുത്തെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെ അദ്ദേഹം ക്രമീകരിക്കുകയാണ്. അവനെ പ്രതി ബാക്കിയുള്ളതൊക്കെ നിന്നയെന്ന് കുപ്പിയായി എണ്ണുന്നുവെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ പ്രതി ബാക്കിയെല്ലാം കുപ്പയായി എണ്ണുന്നുവെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണതയെന്ന് പറയുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്ന് സദൃശവാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ യഹോവയോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനത്തിന്റെ ആരംഭമായി തീരണം. യഹോവയെ മുൻനിർത്തിയുള്ള ജ്ഞാനസമ്പാദനം, അറിവ് സമ്പാദനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ കുറെ പഠിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളതിൽ അതിലല്ല പൂർണ്ണത എന്ന് പറയുന്നത്. അവിടെ ദൈവികമായ കൃപയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുവാൻ നമ്മൾ ആത്മീകമായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. തിന്മകളോട് പോരാടുവാനും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മാറ്റപ്പെടുവാനും ഈ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ അടിമപ്പെടാതെ ദൈവം നൽകുന്ന കൃപയും അനുഗ്രഹങ്ങളും സമാധാനത്തോടും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ നല്ല മക്കളായി ജീവിക്കുവാൻ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമാകുമ്പോഴാണ് ദൈവസന്നിധിയിൽ ദൈവകൃപ പ്രാപിക്കുവാൻ നമുക്കിടയാകുന്നത്. സഭാപ്രസംഗി 1-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ ജ്ഞാനസമ്പാദനം മൂലമുള്ള വിപത്തുകളെ പറ്റി അവിടെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സഭാപ്രസംഗി 1-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ ഞാൻ മനസ്സിൽ ആലോചിച്ച് പറഞ്ഞത്, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു.
ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും പോഷത്വവും അറിയുവാനും ഞാൻ മനസ്സ് വെച്ചു. ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനബാഹുല്യത്തിൽ വ്യസന വ്യാകുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. എന്താണ് വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഞാൻ മനസ്സിൽ ആലോചിച്ച് പറഞ്ഞത്, യെരൂശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും പോഷത്വം അറിയുവാനും ഞാൻ മനസ്സ് വെച്ചു. ഇതും വൃഥാ പ്രയത്നമെന്ന് ഞാൻ കണ്ടു. ജ്ഞാനബാഹുല്യത്തിൽ വ്യസന വ്യാകുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളും ശരിയായ കാര്യവിചാരകത്വത്തോടെ കൈകാര്യം ചെയ്യാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ അറിവും നമ്മുടെ കൃപകളും ഭൗതികമായ നേട്ടങ്ങളും ഒക്കെ നമുക്ക് എന്തായിത്തീരും? അത് വ്യസനമായി ദുഃഖമായി മാറുമെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം നേടി, എല്ലാം സമ്പാദിച്ചു. അത് അനുഭവിക്കുവാൻ ദൈവകൃപയില്ലെങ്കിൽ നമ്മൾ നേടിയത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ പ്രിയമുള്ളവരെ? കൂടുതൽ നമ്മൾ പഠിച്ചു, അറിവ് സമ്പാദിച്ചു, അതിനനുസൃതമായ ഒരു ജോലി നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് അർത്ഥമുണ്ടോ? ഇല്ല. നമ്മൾ ഉന്നതയിലെത്തി, നല്ല നിലയിലെത്തി, അവിടെ ദൈവികമായ ഒരു കൃപയുടെ വ്യാപാരമില്ല എങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന തലങ്ങളിൽ നല്ല രീതിയിൽ മൂല്യത്തോടുകൂടെ പ്രവർത്തിക്കുവാനാണ് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്താണ് അർത്ഥം? അതുകൊണ്ട് അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. വ്യസനത്തിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് ശരിയായ ഒരു വിനിമയം നമ്മുടെ ജീവിതത്തിൽ അറിവ് സമ്പാദനത്തിൽ ഉണ്ടാകണം, ജ്ഞാനസമ്പാദനത്തിൽ ഉണ്ടാകണം. ഒരിക്കലും ജ്ഞാനം ദൈവത്തിന് അപ്പുറമായി അറിവിനെ കൊണ്ടുപോകുവാൻ ഇടയാകാതെ ദൈവത്തിന്റെ താഴെ നിന്നുകൊണ്ട്, ദൈവത്തിന്റെ സുഹൃതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് പ്രത്യേകമായി വേദപുസ്തകം ഓർമ്മപ്പെടുത്തുക. വീണ്ടും 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ പറയുന്നുണ്ട്, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോക്ഷൻ ഇരുട്ടിൽ നടക്കുന്നു, എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകിയാൽ ഞാൻ എന്നോട്, ഭോക്ഷനും എനിക്കും ഗതി ഒന്നു തന്നെ, പിന്നെ ഞാൻ എന്തിനധികം ജ്ഞാനം സമ്പാദിക്കുന്നുവെന്ന് പറഞ്ഞു. ഇതും മായയെത്ര ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭോഷനെ കുറിച്ചാകട്ടെ ജ്ഞാനിയെ കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. വരും കാലത്ത് അവരൊക്കെയും മറന്നുപോകും. അയ്യോ, ഭോഷൻ മരിക്കുന്നത് പോലെ ജ്ഞാനിയും മരിക്കുന്നു എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ ജ്ഞാനം സമ്പാദിച്ചതിൽ കാര്യമില്ല. അതിൻ്റെ പ്രായോഗികമായ തലത്തിൽ അതിനോടുള്ള നമ്മുടെ സമീപനവും നമുക്ക് ലഭിച്ച അറിവിന്റെ പരിപൂർണത ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മൾ പകരുന്നു എന്നുള്ളതിലാണ് ഒരുവന്റെ ജ്ഞാന സമ്പാദനത്തിന്റെ പൂർണ്ണത നിലനിൽക്കുന്നത്. അല്ലാതെ ജ്ഞാനം സമ്പാദിച്ചു നമ്മളും ഭോഷനെ പോലെ ആയിത്തീരുകയാണ്. അല്ലെ, ഭോഷനെ പറ്റി നമുക്കറിയാം. അവന്റെ ജീവിതത്തിൽ പൈശാചികമായ ചിന്തകളാണ്, അല്ലെ, തിന്മ നിറഞ്ഞ ജീവിത അനുഭവങ്ങളാണ്, അല്ലെ. അവിടെ അവന്റെ പ്രവർത്തനങ്ങളും ചിന്തകളും പൈശാചികമായ അനുഭവങ്ങളായിരിക്കും. അവനോടൊപ്പം ജ്ഞാനം സമ്പാദിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജ്ഞാനത്തെ തുച്ഛീകരിച്ചുകൊണ്ട് ജ്ഞാനത്തിൽ ദൈവികമായ കൃപയെ കാണാതെ അവൻ ഭോഷനെ പോലെ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഗതിയും ഭോഷനെ പോലെ ആയിത്തീരുന്നു എന്നുള്ള ഒരു ചിന്ത വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ മനോഹരമായ ഭൂമിയിൽ ജീവിപ്പാനും ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നേടുവാനും എന്റെ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവല്ല, എന്റെ ദൈവത്തിന്റെ ദാനമാണ്, കൃപയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തിന് അപ്പുറമായി അറിവിനെ, നമുക്ക് ലഭിച്ച അനുഭവങ്ങളെ ദൈവത്തിന് അപ്പുറമായി കാണാതെ അതെല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാണ്, സ്വർഗീയ ദാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനയപുരസ്സരം ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ്
ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ദൈവത്തോടൊപ്പമുള്ള വാസത്തിന് അങ്ങനെയുള്ളവർക്കാണ് അർഹത ലഭിക്കുന്നത്. അത് ലഭിക്കണമെങ്കിൽ ആത്മീകമായ ഒരു കാഴ്ച നമുക്കുണ്ടാകണം, ആത്മീകമായ ഒരു നിറവ് നമുക്കുണ്ടാകണം. മൂല്യങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അസമാധാനത്തിന്റെ അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ, അശാന്തിയുടെയും അസമാധാനത്തിന്റെയും വർഗീയതയുടെയും മതവിദ്വേഷത്തിന്റെയും കുറവുകൾ നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ആരാധനയുടെയും പ്രാർത്ഥനയും നോമ്പിന്റെയും ആത്മീകമായ അനുഭവങ്ങളുള്ള പരിശുദ്ധ സഭയിലൂടെ നാം ജീവിക്കുമ്പോൾ, പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ വിശുദ്ധ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്ത ആത്മീകമായ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ആ ജീവിതത്തിൽ ദൈവകൃപ ധാരാളം വ്യാപരിക്കുവാനിടയാകും. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നമ്മുടെ ജ്ഞാനം ദൈവഭക്തിയോടുകൂടി ആയിത്തീരുമ്പോൾ, ദൈവസ്നേഹം അതിൽ ഉണ്ടാകുമ്പോൾ അത് ശ്രേഷ്ഠമായി തീരുകയാണ്. മറിച്ച് ജ്ഞാനിയായി അഹങ്കരിച്ചാൽ ഒന്നുമില്ലായ്മ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, യഥാർത്ഥമായ ജ്ഞാനം അതെന്റെ ദൈവമാണ്. യഥാർത്ഥമായ ജ്ഞാനം, ആ ദൈവത്തെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവത്തെ ഞാൻ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, യഥാർത്ഥ ജ്ഞാനമായ ദൈവത്തെ പരിപൂർണമായും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, ഈ തിന്മ നിറഞ്ഞ ലോകത്തിന്റെ മായാ കാഴ്ചകളിൽ വശംവദരാകാതെ എന്റെ നാവായിനെ കാത്തുകൊള്ളണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അതാണ് ദൈവത്തിന് നൽകാനുള്ള ശ്രേഷ്ഠമായ സമ്മാനം എന്ന് പറയുന്നത്. വീണ്ടും 2-ാം അധ്യായം 26-ാം വാക്യം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: തനിക്ക് പ്രസാദമുള്ള മനുഷ്യനവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു എന്നുള്ളത്. തനിക്ക് പ്രസാദമുള്ള മനുഷ്യനവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പ്രസാദമുണ്ടാകണം ദൈവത്തിന്, നമ്മോട് പ്രസാദമുണ്ടാകണം. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ പ്രവൃത്തി കണ്ട്, നമ്മുടെ ആത്മീകമായ സുഹൃതങ്ങൾ കണ്ട് ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നുവെങ്കിൽ അവൻ നമുക്ക് ജ്ഞാനവും അറിവും അതോടൊപ്പം എന്ത് തരും? നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും തരും. എല്ലാം നേടി, എല്ലാ കൃപകളുമുണ്ട്, കുടുംബജീവിതത്തിൽ സന്തോഷമില്ല എങ്കിൽ നേടിയത് കൊണ്ട് അർത്ഥമുണ്ടോ? പ്രിയമുള്ളവര്, ജ്ഞാനമുണ്ട്, അറിവുണ്ട്, ലോകപ്രകാരം ഭൗതികമായ നേട്ടങ്ങളെല്ലാം ഉണ്ട്. ശാന്തമായി ഉറങ്ങുവാൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബജീവിതം നയിക്കുവാൻ ഇടയാകുന്നില്ല എങ്കിൽ അതിലെന്താണ് പൂർണ്ണത എന്ന് പറയുന്നത്? അതുകൊണ്ട് ദൈവത്തിന് പ്രസാദം തോന്നണം, ദൈവം ഇടപെടണം. എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷപൂരിതമായ സമാധാനപൂരിതമായ ഒരു ജീവിതത്തിന് ദൈവം തമ്പുരാൻ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ അവന് പ്രസാദം തോന്നണം, എന്നോടും നിങ്ങളോടും. ആ പ്രസാദത്തിന് ഞാൻ അർഹനാണോ എന്ന് ഇന്ന് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. കുറവുകളെ കണ്ടെത്തണം, കുറവുകളെ ഇവിടെ സമർപ്പിച്ച് ഇവിടെ നിന്നും വിശുദ്ധനായ പരിമളത്തിരിമയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിന്റെ സന്നിധി നിറവുകൾ പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. അതുപോലെ അവിടെയാണ് ഈ ധ്യാനത്തിന്റെ പൂർണ്ണത നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവപ്രസാദമുള്ള മനുഷ്യരായി ജീവിക്കുവാൻ നമുക്കിടയാകണം. വീണ്ടും 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു: ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. ജ്ഞാനസമ്പാദനം കൊണ്ടുണ്ടാകുന്ന അനുഭവമാണ് എന്താണ്? അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുവാൻ ജ്ഞാനസമ്പാദനം മുഖാന്തരമാവുകയാണ്. അപ്പൊ ജ്ഞാനമെന്ന് പറയുന്ന, അറിവെന്ന് പറയുന്നത് കേവലം അത് ഭൗതികമായ നേട്ടങ്ങളുടെ ഒരു അനുഭവമല്ല, മറിച്ച് എന്താണ്? മുഖത്തെ പ്രകാശിപ്പിക്കുവാനും മുഖത്തെ കാഠിന്യം മാറിപ്പോകുവാനും ജ്ഞാനസമ്പാദനം മുഖാന്തരമാകുന്നുവെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. കേവലം ഭൗതികമായ നേട്ടങ്ങൾ നേടുവാനുള്ള ഒരു അവസരം മാത്രമല്ല, മുഖത്തെ പ്രകാശിപ്പിക്കുവാനും മുഖത്തെ കാഠിന്യം മാറിപ്പോകുവാനും ജ്ഞാനസമ്പാദനം മുഖാന്തരമാകുന്നു എന്നുള്ള ആ വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ വിശുദ്ധന്മാര്, ശുദ്ധിമതികള്, സഹതന്മാരൊക്കെ അവര് ആത്മീകമായ ജ്ഞാനം സമ്പാദിച്ചവരാ.
ലോകപ്രകാരമുള്ള ജ്ഞാനം സമ്പാദിച്ചതോടൊപ്പം ആത്മീകമായ ജ്ഞാനം സമ്പാദിച്ച് ഈ ലോകത്തിന് അനുരൂപരാകാതെ ആത്മീകമായ ജീവിത സരണി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ, തിന്മ നിറഞ്ഞ ഭൂമിയിൽ അല്ലെ, നന്മയുള്ള അനുഭവത്തിലൂടെ ജീവിച്ചപ്പോൾ അവരാരായി തീർന്നു? വിശുദ്ധന്മാരായി, ദൈവത്തിന്റെ ശ്രേഷ്ഠ രക്തസാക്ഷികളായി അവർ മാറ്റപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ ആത്മീകമായ സുഹൃതങ്ങളെ നേടുവാൻ അവർക്കിടയായി എന്നുള്ളതാണ്. അതുകൊണ്ട് ജ്ഞാനസമ്പാദനം, മുഖത്തെ പ്രകാശിപ്പിക്കുവാൻ, നമുക്ക് ലഭിക്കുന്ന അറിവ് കൊണ്ട് അറിവില്ലാത്തവന് നല്ലത് പകർന്നു കൊടുക്കുവാൻ, അവനെ നേർവഴി നടത്തുവാൻ, അവന് ആത്മീകമായ പാത അവന് വഴിയൊരുക്കി കൊടുക്കുവാൻ, അതാകണം നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണത എന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു അല്ലെ, ഞാൻ ആർക്കു വേണ്ടി വഴിയൊരുക്കുവാനാണ് വരുന്നത്? ഈ ലോകത്തെ രക്ഷിക്കുവാൻ കടന്നു വരുന്ന യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാനാണ് ഞാൻ കടന്നു വന്നതെന്ന് പറയുക. അവനോ വളരണം, ഞാനോ കുറയണം. അതാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അവനോ വളരണം, ഞാനോ കുറയണം. അതാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവര് താഴണം, എനിക്ക് വളരണം എന്നുള്ള ചിന്താഗതിയാണ് ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അവിടെ നമ്മുടെ ജ്ഞാനം കൊണ്ട് പ്രകാശം പരത്തുവാൻ നമുക്കിടയാകുമോ? നമുക്ക് ലഭിച്ച അറിവ് കൊണ്ട് ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകുമോ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. വീണ്ടും വേദഭാഗം ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ബോധ്യമുണ്ട്. 9-ാം അധ്യായം, സഭാപ്രസംഗി 9-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: എന്നാൽ അവിടെ സാധുവായ ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ, എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്ക് ആരും കൂട്ടാക്കുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് പറയുന്നത്? എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചുവെങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ, എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്കാരും കൂട്ടാക്കുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, ഈ സമൂഹത്തിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നാൽ ജീവിതം കൊണ്ടും പിതാക്കന്മാരിൽ നിന്നും ലഭിച്ചതും പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതും ഈ മണ്ണിനോട് മല്ലടിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ലഭിച്ച അറിവുള്ളവര്, അവർക്ക് സ്കൂളിൽ പോയുള്ള വിദ്യാഭ്യാസമോ വലിയ അറിവൊന്നുമില്ല. എന്നാൽ അവർ ചില കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങളെ കൂട്ടാക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ സാധുവായ ഒരു മനുഷ്യൻ ഒരു പട്ടണത്തെ തന്റെ ജ്ഞാനം കൊണ്ട് സംരക്ഷിച്ചു, രക്ഷിച്ചു എന്നാണ് ഇവിടെ സഭാപ്രസംഗി ഓർമ്മപ്പെടുത്തുന്നത്. ജ്ഞാനം എന്താണ്? ബലത്തേക്കാൾ നല്ലത് തന്നെ. നമുക്കൊക്കെ നമ്മുടെയൊക്കെ ധാരണ എന്താണ്? കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ് പൂർണ്ണത എന്നുള്ള ചിന്ത നമുക്കുണ്ട്. നല്ലത് തന്നെയാണ്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വലിയ വിദ്യാഭ്യാസമില്ലാത്ത പിതാക്കന്മാര് ജീവിതം കൊണ്ട് അവര് പകർന്നു നൽകുന്ന ആത്മീകമായ പാഠങ്ങളെ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പിതാക്കന്മാര് അങ്ങനെ നമ്മളെ പഠിപ്പിച്ച ആത്മീക സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? അതിനെ ഉൾക്കൊള്ളുവാൻ, അങ്ങനെയുള്ളവരുടെ ജ്ഞാനത്തെ കേൾക്കുവാൻ ആർക്ക് സാധിക്കണം? ദൈവമക്കൾക്ക് സാധിക്കണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സാധുവായ മനുഷ്യന്റെ, അറിവില്ലാത്തവന്റെ ലോകപ്രകാരമുള്ള അറിവ്, അവന്റെ ജീവിതം കൊണ്ട് ലഭിച്ച അറിവിനെ, അതിനെ ഒന്ന് ഉൾക്കൊള്ളുവാൻ, അതിനെ ഒന്ന് ശിരസ വഹിക്കുവാൻ, അവൻ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമ്മുടെയൊക്കെ മനസ്സ് അപ്രകാരം രൂപപ്പെടുത്തുവാനിടയാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ പല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് ഇടയാകുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമം യൗസേപ്പിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വപ്നങ്ങളുടെ അർത്ഥം പറയുവാനുള്ള കഴിവുള്ള വ്യക്തിത്വമായിരുന്നു. ബാല്യം മുതൽ നീളമുള്ളവനായിരുന്നു യോസേഫ്. അഹംഭാവം അവന്റെ സ്വപ്നങ്ങളിൽ വിളങ്ങുന്നു. യാക്കോബ് യോസേപ്പിന് മറ്റു മക്കളെക്കാൾ അധികം സ്നേഹവും വാത്സല്യവും ഒക്കെ നൽകിയാണ്. എന്നാൽ അവന്റെ ജീവിതത്തിലും
ചില പ്രതിസന്ധികളിലൂടെ അവന്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. അവൻ സഹോദരങ്ങളെ മറന്നുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ ചില പ്രതിസന്ധികൾ തൻ്റെ അറിവിലൂടെ അവൻ വലിയ അഹംഭാവത്തിന്റെ അനുഭവത്തിലൂടെ, നിഗളത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിലും ഒന്നുമില്ലായ്മയുടെ അനുഭവം കടന്നു വരികയാണ്. അതുകൊണ്ട് ഓർക്കുക, സൂക്ഷിക്കുക, ഒരു ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. ഈ ജീവിതം വിലപ്പെട്ടതാണ്, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവനാമ മഹത്വത്തിൽ അതിനെ വിനിമയം ചെയ്യുവാൻ, അതിനെ കൈകാര്യം ചെയ്യുവാൻ ദൈവമക്കൾക്കിടയാകുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ കൃപയും കരുണയും ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമുക്കിടയാകുന്നത്. ജീവിതം ധന്യമാക്കുന്ന പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്: നന്മയും തിന്മയും തമ്മിൽ വകതിരിച്ച് അഥവാ വിവേചിച്ചറിഞ്ഞ്, നന്മയും തിന്മയും എന്തെന്ന് ജ്ഞാനം കൊണ്ട് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്കിടയാകണം. നന്മയും തിന്മയും നിറഞ്ഞ ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തിന്മകളില്ല, തിന്മകൾ മാറ്റപ്പെട്ട് ജീവിക്കാൻ നമുക്കൊന്നും പറ്റത്തില്ല. ആ തിന്മകൾ നിറഞ്ഞ അനുഭവത്തിൽ നന്മയെ കണ്ടെത്തിക്കൊണ്ട് നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ, തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മ എന്ന വഴിയെ തെരഞ്ഞെടുത്ത് യഥാർത്ഥമായ ജ്ഞാനം കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുമ്പോൾ, ആ ഒരു ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അവിടെയാണ് ക്രിസ്തു മാത്രം യഥാർത്ഥ ജ്ഞാനമാണെന്നുള്ള ബോധ്യം, ക്രിസ്തു യഥാർത്ഥ ജ്ഞാനമാണെന്നുള്ള ബോധ്യം, ക്രിസ്തുവിനെ മുൻനിർത്തി, ക്രിസ്തുവിന്റെ ജീവിതത്തെ മുൻനിർത്തി ജീവിക്കുമ്പോൾ അവിടെ എൻ്റെ നിങ്ങളുടെയും അറിവ് പരിപൂർണതയുള്ള ദൈവത്തിന് സ്വീകാര്യമുള്ള അറിവായി, ജ്ഞാനമായി മാറ്റപ്പെടുമെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുമ്പോൾ അതാകണം പ്രിയമുള്ളവരെ നമ്മുടെ ജ്ഞാനസമ്പാദനം കൊണ്ട് ദൈവത്തിന് നൽകുവാനുള്ള ശ്രേഷ്ഠമായ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്കിടയാകണം. രണ്ടാമതായി പറയുന്നു, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. എന്താണ് ബലം? നമുക്കറിയാം, ആരോഗ്യം. ഇപ്പൊ നമ്മളൊക്കെ ആരോഗ്യമുള്ളവരാ. കായികമായ ബലമുണ്ട്, നമ്മുടെ ആരോഗ്യമുണ്ട്, സംഘടനാ ബലമുണ്ട്. അങ്ങനെ ബലത്തെ പല നിർവചനങ്ങൾ നമുക്ക് നൽകാം. ബലാധിഷ്ഠിതമായ ഒരു ആധുനിക സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ള. ബലമുള്ളവർ എവിടെയും ഒന്നാമതെത്തുന്ന കാഴ്ചകളും നമ്മൾ കാണുകയാണ്, അല്ലേ? നമ്മൾ ഓർക്കുക, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ബലവും ഒക്കെ നഷ്ടമാകുവാൻ ഒരു നിമിഷം മതി. നമ്മളൊക്കെ ഇന്ന് അഹങ്കരിക്കുക, മസിലൊക്കെ പിടിച്ച് ഞാനെന്ന ഭാവത്തിൽ നടക്കുകയാ, നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, അല്ലെ, സുന്ദരന്മാരും സുന്ദരികളുമായി നമ്മളൊക്കെ നടക്കുകയാണ്. നമ്മുടെ ബലം ക്ഷയിച്ചു പോകാൻ ഒരു നിമിഷം മതി പ്രിയമുള്ളവർ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നൽകിയ ജീവിതം അത് പരിപൂർണമായും വിനിയോഗിക്കുന്നില്ല എങ്കിൽ, എന്റെ ആരോഗ്യത്തിലും എന്റെ ബലത്തിലും എന്റെ ശക്തിയിലും ഞാൻ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് നഷ്ടപ്പെടുവാൻ ഒരു നിമിഷം മതി എന്നുള്ള ബോധ്യം അവിടെയാകണം. നമ്മുടെ ജീവിതത്തെ ഒന്ന് സസൂക്ഷ്മം ഒന്ന് വീക്ഷിക്കുവാൻ നമുക്കിടയാകണം. ബലാധിഷ്ഠിതമായ ആധുനിക സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ള. ബലവാന്മാരെ ആളുകൾ പാപങ്ങളെ ചൂഷണം ചെയ്യുന്നത് ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്നും ഇന്നും അത് നമ്മൾ കാണുകയാണ്, കേൾക്കുകയും, അടിമത്ത വ്യവസ്ഥിതിയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുക. സമൂഹത്തിൽ എവിടെയും ബലമുള്ളവർ ഒന്നാമതായി എത്തുന്നു എന്നുള്ള ബോധ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പരിശുദ്ധനായ ബാബാ തിരുമേനിയുടെ സ്നേഹസ്പർശം ക്യാൻസർ പദ്ധതി നമുക്കറിയാം. അന്ന് കോട്ടയത്ത് വെച്ച് നടന്ന പ്രോഗ്രാമിൽ പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്യാൻസർ വന്നിട്ട് ദൈവമേ എന്നെ സുഖപ്പെടുത്തണമെന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഇന്നലെ നാളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് കടന്നു വരാൻ സാധ്യതയുണ്ട്. ക്യാൻസർ വന്നിട്ട് അതിനെനിക്ക് സുഖം നൽകുവാൻ ദൈവമേ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമല്ല, അത് വന്നിട്ട് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി സുഖം പ്രാപിക്കുന്ന ഒരു അനുഭവം
എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ജീവിതം ക്ഷണികമാണ് അല്ലേ? നമ്മുടെ ബലം അത് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതാണ്. ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു രോഗം വന്നാൽ അവിടെ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബലവാന്മാരായ മനുഷ്യൻ ബലത്തിൽ ആശ്രയിക്കരുത് എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. മൺപാത്രത്തിന്റെ നിധിയാണ് മനുഷ്യ ജീവിതമെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൺപാത്രത്തിന്റെ നിധിയാണ് മനുഷ്യ ജീവിതമെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ്? വീഴാനും ഉടയാനും സാധ്യതയുള്ള ഒരാൾ എന്ന് തന്നെയാണ് പൗലോസ്ലീഹ അതുകൊണ്ട് വീക്ഷിക്കുന്നത്. മൺപാത്രത്തിന്റെ നിധി മൺപാത്രം നിലത്ത് വീണ് ഉടഞ്ഞാൽ അത് പുറത്തേക്ക് വരും. അവിടെ വീഴാനും ഉടയാനും ഇടയുള്ളതാണ് എൻ്റെ നിങ്ങളുടെയും ജീവിതം. നമ്മൾ ഭക്ഷണം കൊണ്ട് കേവലം നേടുന്ന ആരോഗ്യം ഇന്ന് ഭക്ഷണത്തിലും ആയമാണ്. നമുക്ക് എവിടെയും നമുക്കൊരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് അല്ലേ? പ്രകൃതി പോലും ഇന്ന് വിഷത്തിന്റെ അനുഭവമായി മാറിയിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിഷമയമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു ബലത്തെ കാംക്ഷിക്കുവാൻ, ആത്മീകമായ ഒരു ബലത്തെ സ്വീകരിക്കുവാൻ ദൈവമക്കൾക്ക് ഇടയാകണമെന്നുള്ളത് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന് മുമ്പ് വെളിച്ചത്തിന്റെ വാഹകരായ ലൂസിഫർ എന്ന പേരുള്ള മാലാഖ പോലും വീണിട്ടുണ്ട്. വേദപുസ്തകം ശിംശോനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ബലവാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ബലമെന്തായിരുന്നു? ശക്തി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ തലമുടിയായിരുന്നു. ദലീല എന്ന വേശ്യാസ്ത്രീയുടെ മടിയിൽ കിടന്ന് അദ്ദേഹത്തിന്റെ ശക്തി, തലമുടിയുടെ ശക്തി നഷ്ടപ്പെടുമ്പോൾ ദൈവകോപത്തിന് ഇരയായി തീരുന്ന ശിംശോനെ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകത്തെ യുദ്ധങ്ങൾ കൊണ്ട് ലോക സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ അനേക രാജാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ അന്ത്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്നും അവർ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. നഗ്നരായി ഈ ഭൂമി ഞാനും നിങ്ങളും ജനിച്ചുവെങ്കിൽ നഗ്നരായി നമ്മൾ 6 അടി മണ്ണിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ ബലമെല്ലാം ക്ഷയിച്ച്, നമ്മുടെ ശക്തിയെല്ലാം ക്ഷയിച്ച്, നമ്മുടെ സൗന്ദര്യമെല്ലാം പോയി നമ്മൾ ഈ മണ്ണിനോട് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെടേണ്ടവരാണ്. അവിടെ ഒരു ഇടം നമുക്ക് ലഭിക്കണമെങ്കിൽ, അവിടെ നിക്ഷേപമുണ്ടാകണമെങ്കിൽ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഒരു കൊച്ചു ജീവിതം എൻ്റെ ദൈവം എനിക്ക് നൽകുന്നുവെങ്കിൽ, നൽകിയെങ്കിൽ ആ ജീവിതം പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, സ്വയത്തിൽ ആശ്രയിക്കാതെ, ആരോഗ്യത്തിൽ ആശ്രയിക്കാതെ, ബലത്തിൽ ആശ്രയിക്കാതെ, സംഘടിതമായ ബലത്തിൽ ആശ്രയിക്കാതെ, എൻ്റെ ദൈവമല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ അതാകണം നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. 1 ശമൂവേൽ 2-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, വീരന്മാരുടെ വില്ലൊടിഞ്ഞു പോകും, ഇടറിയവർ ബലം ധരിക്കുന്നുവെന്നും 1 ശമൂവേൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു. വീരന്മാരുടെ വില്ലൊടിഞ്ഞു പോകും. നമ്മുടെ വീരത്വമൊക്കെ നശിക്കുവാൻ ഒരു നിമിഷം മതി. ഒരു വലിയ കാറ്റടിച്ചാൽ, ഒരു സുനാമി വന്നാൽ, ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ നമ്മൾ പടുത്തുയർത്തിയതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ താഴെ പോകുമെന്നുള്ള ബോധ്യം. വലിയ നോമ്പിൽ നമ്മൾ പാടാറുണ്ട്, ഒരു പനി വന്നാൽ, നിന്റെ പണം കൊണ്ട് ഒരു പനി വന്നാൽ മതി നിന്റെ ജീവിതം നഷ്ടമാകുവാൻ. നമ്മുടെ പണം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മുടെ ആരോഗ്യം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുകൊണ്ട് സൂക്ഷിക്കുക കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യവും ബലവും ദൈവനാമ മഹത്വത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ദൈവം എന്നെ ശക്തി ധരിപ്പിച്ചു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ ദൈവത്തിന്റെ കൃപയാണ് ഈ ആരോഗ്യം എന്നുള്ള, ഈ ബലം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അതിൽ നിന്നും മാറി നിൽക്കുവാൻ ദൈവമക്കൾക്കിടയാകരുത്. മനുഷ്യന് ബലവും ശക്തിയും നൽകുന്നത് അതിന്റെ ഉറവിടമായ ദൈവമാണെന്നും കേവലം മാനുഷിക ശക്തിക്ക് പരിമിതി ഉണ്ടെന്നും പല വേദഭാഗങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ശക്തിയും ബലവും ആരോഗ്യവും നൽകുന്നത് എൻ്റെ ദൈവമാണ്. മാനുഷികമായ ബലങ്ങൾക്ക് പരിമിതിയുണ്ട്. മനുഷ്യന്റെ സംഘടിതമായ ബലത്തിന് പരിമിതിയുണ്ട്. അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. ദൈവത്തിന്റെ കരുണ നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ ശക്തി നമുക്കുണ്ടാകണം. അതിലൂടെ ദൈവത്തെ
ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ നമുക്കിടയാകണം. സ്വന്തം മൺപാദങ്ങളെ തിരിച്ചറിയാതെയോ കണ്ടെത്താതെയോ പോകുന്നതെന്നത് നിശ്ചയമായും പരാജയമാണ്. നമ്മൾ നിൽക്കുന്ന ഇടമെന്തെന്നും നമ്മുടെ പാദം എന്തെന്നും നമ്മുടെ ഇടമെന്തെന്നും തിരിച്ചറിയണം. ഞാൻ ആരാണെന്നുള്ള ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും നിഴലിച്ചു നിൽക്കണം. സ്വന്തം കുറവുകളെ കണ്ടെത്തുവാൻ നമുക്കിടയാകണം. സ്വന്തം കുറവുകളെ കണ്ടെത്തുവാൻ ഇടയാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ, ഗുരുവിന്റെ സന്നിധിയിൽ മിഴിപൂട്ടിയിരിക്കുമ്പോൾ ഒരാൾക്ക് അവന്റെ അപൂർണതകളെ കണ്ടെത്തുവാനായിട്ട് ഇടയാകും. ഇപ്പോൾ നിങ്ങൾ വിശുദ്ധ ദേവാലയത്തിന്, ബലിപീഠത്തിന് മുമ്പാകെ ദൈവം വസിക്കുന്ന, ക്രിസ്തു വസിക്കുന്ന ഈ ദേവാലയത്തിന് വിശുദ്ധിയിൽ ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിലെ ഭൗതികമായ സുഖങ്ങളെ വെടിഞ്ഞ് ആത്മീക സുഹൃതം നേടിയ ഒരു വലിയ പിതാവിന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ ആ പിതാവിന്റെ കബറിടത്തോട് സ്ഥിതി ചെയ്ത് നിങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ മിഴികൾ പൂട്ടിയിരിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ അപൂർണതകളെ കണ്ടെത്തണം, നിങ്ങളുടെ കുറവുകളെ കണ്ടെത്തണം. സ്വയത്തിൽ ആശ്രയിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ബലത്തിലും ഞാൻ ആശ്രയിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എൻ്റെ ദൈവമേ എന്ന് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീരോടുകൂടെ ഒന്ന് കണ്ടെത്തുവാൻ, ഒന്ന് അന്വേഷിക്കുവാൻ നിങ്ങൾക്കിടയാകണം. ഇവിടെ നിന്ന് നിങ്ങളൊരു പുതുക്കം പ്രാപിച്ചുകൊണ്ട് പോകണം. ഇവിടുന്ന് ഒരു പുതിയ തീരുമാനത്തോടുകൂടെ പോകണം. അവിടെയാണ് ഈ ധ്യാനത്തിന്റെ പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായി തീരുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും മിഴികൾ പൂട്ടിക്കൊണ്ടിരിക്കണം. യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്നേഹം നമുക്കറിയാം. കടലിലേക്ക് വലിച്ചെറിയുന്നു കപ്പൽ ജോലിക്കാർ. യഹോവയുടെ സംരക്ഷണം ഒരു വലിയ മത്സ്യത്തെ അയക്കുകയാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്ന യോന ദൈവത്തിന്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ തന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കരയ്ക്ക് ശബ്ദിക്കുകയാണ് മത്സ്യം യോനായി. അവനൊരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുകയാണ്. മുടിയനായ പുത്രൻ സകലതും പിതാവിൽ നിന്ന് വാങ്ങി ദൂരദേശത്ത് പോയി ദുഷ്ടകരമായ ജീവിതമൊക്കെ നയിച്ച് അവന്റെ ഭവനത്തിന്റെ സമൃദ്ധിയും സന്തോഷവും കണ്ടറിഞ്ഞ് പിതാവിന്റെ സ്നേഹവും കണ്ടെന്ന് തിരിച്ചു വരുമ്പോൾ വലിയ വിരുന്ന് കഴിച്ച് സ്വീകരിക്കുന്ന ഒരു പിതാവിനെ, ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവസ്നേഹം എത്രയോ വലുതാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. സഖായി ധനികനായിരുന്നു, ചുങ്കക്കാരനായിരുന്നു, ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചു, ദൈവത്തെ അറിയാതെ ജീവിച്ചു. ക്രിസ്തുവിനെ തിരിച്ചറിയുകയും കാട്ടത്തിയുടെ മുകളിൽ കയറി ക്രിസ്തുവിനെ കാണുകയും ക്രിസ്തു അവന്റെ ഭവനത്തിൽ ചെന്നാണ് അവനെ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ട്. ഇമ്മാനുവേൽ, അവൻ നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ പാപങ്ങളെ കണക്കിടാതെ സ്നേഹിക്കുവാൻ അവൻ സന്നദ്ധനാണ്. നമുക്കൊന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കണ്ണുനീരോടുകൂടി ഇരിക്കുവാൻ സമയം കണ്ടെത്തണ്ടേ പ്രിയമുള്ളവരെ? നമ്മുടെ കുറവുകളെ നിറവുകളാക്കി നമ്മളെ വിശുദ്ധീകരിക്കുവാൻ സന്നദ്ധനായി നമ്മുടെ മുമ്പിലുണ്ട്, തലയ്ക്ക് വീതയുണ്ട്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഭൗതികമായ ലോകത്തിന്റെ ആഘോഷപൂർണമായ ജീവിതത്തിൽ മതിമറിഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മൾ വിസ്മരിക്കാറുണ്ടോ? ദൈവസ്നേഹത്തെ നമ്മൾ മാടി വിളിക്കാറുണ്ടോ? ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മിഴികൾ പൂട്ടി അപൂർണതകളെ തിരിച്ചറിഞ്ഞ് അനേകമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്കിടയാകണം. പാപം നിന്റെ വടിപ്പുരയിൽ നിൽപ്പുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഗുരുവിലൂടെയാണെന്ന് നമുക്കറിയാം. ഫറവോനെ പറ്റി നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനതയെ പീഡിപ്പിക്കുന്ന ഒരു രാജാവ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനതയായ ഇസ്രായേൽ ജനതയെ പീഡിപ്പിക്കുന്ന ഫറവോനും സൈന്യവും. ബലവാനായി ബലമുള്ള ഒരു രാജാവ്, അവന്റെ ബലം നശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മോശെ എന്ന പ്രവാചകനിലൂടെ തന്റെ പ്രിയപ്പെട്ട ജനതയ്ക്ക് സന്തോഷവും സമാധാനവും സംരക്ഷണവും നൽകുന്ന യഹോവ ഫറവോന്റെ സൈന്യം വരുമ്പോൾ ചെങ്കടലിന് മുമ്പാകെ മോശയും ഇസ്രായേൽ ജനതയും നിൽക്കുമ്പോൾ മോശയുടെ വടി നീട്ടി ചെങ്കടലിനെ വിഭാഗിച്ച് അവിടെ ഒരു കര രൂപപ്പെട്ട് മോശയും ജനസമൂഹവും അക്കരയ്ക്ക് കിടക്കുമ്പോൾ ഫറവോനും സൈന്യവും വരുമ്പോൾ ആ കടല് വീണ്ടും, ആ കരയായ കടല് വീണ്ടും കടലായി മാറുമ്പോൾ ഫറവോനും സൈന്യവും
അവന്റെ ബലവുമെല്ലാം അതിൻ്റെ ഉള്ളിൽ നശിക്കുന്നതാണ് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ബലം നശിക്കുവാൻ ഒരു നിമിഷം മതി. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങളാണ് ബലമെന്ന് ചിന്തിക്കരുത്. ഈ ലോകത്തിന്റെ ആഡംബരപൂർണമായ ജീവിതമാണ് എന്റെ ബലമെന്ന് ചിന്തിക്കരുത്. ഇവിടുത്തെ ജീവിതം ക്ഷണികമാണ്. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്ന പോലെ അവിടെയാണ് എൻ്റെ ഇടം. അവിടെയാണ് എനിക്ക് നിക്ഷേപങ്ങൾ സ്വരൂകൂട്ടി വെക്കേണ്ടത്. ഇവിടുത്തെ നിക്ഷേപങ്ങൾ നശിച്ചു പോകും, ഇവിടുത്തെ ബലം ക്ഷയിച്ചു പോകും. അതുകൊണ്ട് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. അത് നല്ലതല്ല എന്ന് വേദപുസ്തകം നമ്മളെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ അശ്രദ്ധ പോലും വലിയ വീഴ്ചകളുടെ വാരിക്കുഴികളായി മാറുന്നുവെന്നുള്ളത് തിരിച്ചറിയുക. ആകാശത്ത് നിന്ന് വീണാൽ നക്ഷത്രങ്ങൾ പിന്നെ കരിക്കട്ട മാത്രമാണ് നമുക്കറിയാം. ആകാശം നിൽക്കുമ്പോഴാണ് അതിൻ്റെ പ്രകാശവും സൗന്ദര്യവും നിലനിൽക്കുന്നത്. അത് ഭൂമിയിലേക്ക് വീണാൽ ആ നക്ഷത്രത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിക്രമത്തിലെങ്കിലും നമുക്ക് പിന്നെ എന്ത് ശങ്കമറ്റമൊന്നുമില്ല. സമർത്ഥരായ രാജാക്കന്മാരും സമർത്ഥരായ നേതാക്കന്മാരും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ജീവിതത്തിൽ അവസാനം ഒന്നുമില്ലായ്മയുടെ അനുഭവമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നാം ഓരോരുത്തരും വളരെ സൂക്ഷ്മതയോട് ജീവിതത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്കിടയാകണം. പടുക്കളെന്ന പേരെടുത്ത പൂർവിക പ്രമാണികൾക്ക് ഒടുക്കം എന്ത് സംഭവിച്ചു? കേട്ടുകേൾവിയില്ലയോ? പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വിടിഞ്ഞ് പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ജഡക്രമാൽ. സിസ്റ്റർ മേരി വിരിഞ്ഞ ലോകമേ യാത്ര എന്ന കവിതാ സമാഹാരത്തിൽ ലോകത്തിന്റെ നശ്വരതയെ ഇപ്രകാരമാണ് വർണ്ണിക്കുന്നത്: പടുക്കളെന്ന പേരെടുത്ത പൂർവിക പ്രമാണികൾക്ക് ഒടുക്കമെന്ത് സംഭവിച്ചു? കേട്ടുകേൾവിയില്ലയോ? പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞ് പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ജഡക്രമാൽ. ഈ ഭൂമിയിൽ നിന്നും നാം മാറ്റപ്പെടുമ്പോൾ പരിശുദ്ധനായ പരിമലത്തിനുമേരി നമുക്ക് നൽകുന്ന ദർശനവും ആ വിശുദ്ധിയും ആ പ്രാർത്ഥനാ ജീവിതമൊക്കെ അദ്ദേഹത്തിന്റെ കവറിടത്തിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് ഓരോ ജനവും ഓരോ വർഷവും കടന്നു വരുന്നെങ്കിൽ സുഹൃതമുള്ള ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെച്ച് ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് തന്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി ഇന്ന് ആ പിതാവിന്റെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ ലോകമുള്ള കാലത്തോളം ആ പരിശുദ്ധ പിതാവ് എല്ലാവരുടെയും മനസ്സിൽ സ്മരിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മരണശേഷം എന്റെയും നിങ്ങളുടെയും പേരുകൾ ഓർക്കപ്പെടുവാൻ, തലമുറകൾ ഓർക്കപ്പെടുവാൻ, സമൂഹം ഓർക്കപ്പെടുവാൻ കുറച്ചെങ്കിലും നല്ല അംശം, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ ഈ ജീവിതത്തിൽ അല്പം നീതിബോധത്തോടുകൂടെ, നല്ല നീതിബോധത്തോടുകൂടെ ജീവിച്ച് നല്ല സുഹൃതങ്ങളെ കാഴ്ചവെക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാകണമെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നു, ധനവാൻ തന്നെ ധനത്തിൽ പ്രശംസിക്കരുത്. ഇന്ന് ധനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് 30-ാം തീയതി അല്ലെ, കേന്ദ്ര സർക്കാർ പഴയ നോട്ടുകൾ സ്വീകരിക്കുന്ന അവസാന നിമിഷമാണ്. എത്രയോ പേര് ഇന്നും ഓരോ ബാങ്കിന്റെ മുമ്പിൽ മനുഷ്യൻ ഇന്നും വേർത്തു നിൽക്കുകയാണ് അല്ലെ. ധനം ഒന്നുമല്ല എന്ന് തിരിച്ചറിയുവാനുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നു അല്ലെ. അതിന് മൂല്യമുള്ളപ്പോഴാണ് അതിന് ഗുണമെന്ന് നമുക്കറിയാം. 500-ന്റെ 1000-ന്റെ നോട്ടിനെ അസാധുവാക്കിയപ്പോൾ അതിന് മൂല്യം നഷ്ടപ്പെട്ടു പോയി. അതുവരെ 500-ഉം 1000-ഉം ഒക്കെ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ കണ്ടിരുന്നു. അപ്പൊ ധനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ
ധനം ശരിയായ രീതിയിൽ വിനിയോഗം ചെയ്യുവാൻ ദൈവമക്കൾക്കിടയാകണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തും. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുതെന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മുടെ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അമിതമായ ധനസമ്പാദനം എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ ധനസമ്പാദനം നടത്താത്ത ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏതു വിധേനയും ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനമാണ്. പണം മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ജീവിത മാർഗമാണ്. നമുക്കറിയാം, പണമില്ലാതെ ധനമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ധനം വേണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ശരിയായ ഒരു വിനിയോഗം, ശരിയായ ഒരു കാര്യവിചാരകത്വം ധനത്തോട് നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. ദൈവിക പ്രമാണങ്ങള് മറന്നുകൊണ്ട് ധനം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് കൂടി വരികയാണ്. വിശുദ്ധ ലൂക്കോസ് 12-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. വീണ്ടും 1 തീമോഥെയോസ് 6:10 പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. മനുഷ്യന്റെ അമിതമായ ആഗ്രഹങ്ങൾ ഇന്ന് നമുക്കൊക്കെ പേടിയാണ്. ബാങ്കിൽ ഒരല്പം പണം അധികം ഇട്ടാൽ അല്ലേ, അതിനൊക്കെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തണം അല്ലെ. സ്വർണത്തിന് വില കുറഞ്ഞു വരുന്നു. ഇനി സ്വർണത്തെ കയറി പിടിക്കുമെന്നാണ് നമ്മൾ പത്രവാദ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സമ്പാദിക്കുന്ന ധനം, അതിന്റെ മൂല്യം നഷ്ടപ്പെടുമ്പോൾ അതൊന്നുമില്ല എന്ന്, വെറും കടലാസ് മാത്രമാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇതൊരു പുതിയ തുടക്കമായി, അതൊരു പുതിയ ഒരു സന്ദേശമായി നമ്മുടെ മുമ്പാകെ നിലനിൽക്കുമ്പോൾ ധനസമ്പാദനം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ദൈവമക്കൾക്കിടയാകണം. ഏത് അധർമ്മം പ്രവർത്തിച്ചും അഭിഹിത മാർഗത്തിലൂടെയും നേട്ടങ്ങൾ കൊയ്തെടുക്കാമെന്ന് കരുതുന്നവർ ഏറി വരികയാണ്. അതുകൊണ്ടാണ് കള്ളത്തരങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൊലപാതകങ്ങളും രാത്രിയിലെ കള്ളന്മാരുടെ മോഷണമൊക്കെ ഏറി വരിക. സമൃദ്ധിയായി ജീവിക്കണം, ആഡംബരപൂർണമായിട്ട് ജീവിക്കണം. ഒരു തെറ്റായ ധാരണയായി മാറിയിരിക്കുക. സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം എനിക്കും എത്തണം. അതിന് ഏത് വിധേനയും ധനത്തെ കൈകാര്യം ചെയ്യുവാൻ മനുഷ്യൻ മടിയില്ലാത്തവനായി തീരുമ്പോൾ, അതിന്റെ മറവിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ മടിയില്ലാത്തവരായി നാം ഓരോരുത്തരും മാറുകയാണ്. അവിടെയാണ് ദൈവസന്നിധിയിൽ ശാപമായി തീരുന്നത്. അഭിഹിത മാർഗത്തിലൂടെയും അധർമ്മം പ്രവർത്തിച്ചും നേട്ടങ്ങൾ കൊയ്തെടുക്കാമെന്ന് കരുതുന്നവർ ഏറി വരികയാണ്. എത്ര നേടിയാലും തൃപ്തിയില്ല, പിന്നെയും വേണമെന്ന ചിന്തയ്ക്ക് അതിരില്ല. ജീവിക്കാനുള്ളതുണ്ട്, 2-3 തലമുറകൾ കഴിയാനുണ്ട്, എന്നിട്ടും എനിക്ക് ഇനിയും വേണമെന്നുള്ള തെറ്റായ ചിന്ത കൂടി വരികയാണ്. ജീവിത നേട്ടം ഭൗതിക നേട്ടങ്ങളിലാണ്, ധനസമ്പാദനമാണെന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിത നേട്ടം കേവലം ധനസമ്പാദനം മാത്രമല്ല, ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, ആത്മീകമായ നേട്ടങ്ങളാകണം. അതാണ് ഈ പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിത നേട്ടം എന്ന് പറയുന്നത് ആത്മീകമായ നേട്ടമാണ്, ആത്മീകമായ കൃപയാണ്. അതുകൊണ്ട് ആ പിതാവിന്റെ കബറിടത്തിലേക്ക് അനേകർ വരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അധികമൊന്നും സമ്പാദിച്ചത് എന്താ സമ്പാദിച്ചത്? ആത്മീകമായ കൃപയാണ് സമ്പാദിച്ചത്. ആ ആത്മീകമായ കൃപ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. ആത്മീകമായ ഗുണങ്ങളെ നേടുവാൻ, മൂല്യങ്ങളെ നേടുവാൻ ഈ ജീവിതം കൊണ്ട് പര്യാപ്തമാകണം. അപ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ സമൃദ്ധിയുടെ നടുവിലും ഇന്ന് നമുക്ക് സമൃദ്ധിയുണ്ട്, അസ്വസ്ഥനായി മാറ്റപ്പെടുക. കാരണം എനിക്കൊന്നും ആയില്ല, ഒന്നും പൂർണ്ണതയിൽ എത്തിയില്ല എന്നുള്ള ധാരണയിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നേടിയതൊന്നും ഒന്നുമല്ല, ഇനിയും വേണമെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ ഇങ്ങനെ കൂടി വരികയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി നമ്മുടെ ധനത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്കിടയാകണമെന്നുള്ളത് വളരെ വ്യക്തമായി വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബ്രഹാം പിതാവ് പിൻതലമുറകൾ കൈമാറിയ ദൈവവിശ്വാസത്തിന്റെ പ്രധാന ഘടകങ്ങൾ സന്താന ലാഭവും
ഭൂദാനവുമായിരുന്നു അല്ലേ. അത് കൈമാറി വന്ന സുഹൃതങ്ങളാണ്. സന്താനങ്ങള് സമൂഹ അവരുടെ തലമുറകൾക്ക് കൈമാറി പിതാക്കന്മാര് നൽകിയ ഭൂമിയെ ദാനമായി മക്കൾക്ക് കൊടുക്കുകയാണ്. അതായത് സർവശക്തനായ ദൈവത്തിന്റെ ദാനങ്ങളായ സന്താനങ്ങളെയും അവർക്ക് പിതാക്കന്മാർ ലഭിച്ച ഭൂമിയുമൊക്കെ തലമുറകൾക്ക് കൈമാറുന്ന അനുഭവമാണ്. അതിനപ്പുറമായുള്ളതല്ല. ലഭിച്ചത് മാത്രം തലമുറകൾക്ക് കൈമാറുന്ന ഒരു ആത്മീകമായ അനുഭവം. ഇന്ന് നമുക്ക് 5, 6, 7 തലമുറകൾക്ക് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ധനം നമ്മളിന്ന് കൂട്ടിവെക്കുകയാണ്. എന്നാൽ ആ ധനം ഒരു നിമിഷം മതി. ആ ധനത്തിന്റെ മൂല്യം പിൻവലിച്ചാൽ നമ്മൾ കണ്ടു, പഴയ 500, 1000 നോട്ടുകൾ നദികളിലൂടെ ഒഴുക്കി വിടുന്നു, റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കുന്നു. എത്രയോ കള്ളപ്പണങ്ങൾ അല്ലെ, അത് തെളിഞ്ഞു വന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മൾ സമ്പാദിക്കുന്നത് കാര്യവിചാരകത്വത്തോടുകൂടിയാകണം, ദൈവികമായ നന്മയിലുള്ളതായി തീരണം. ധനം ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണവും നാശം ദൈവശാപത്തിന്റെ ഫലവുമാണെന്ന് എബ്രായ വിശ്വാസം. ധനം ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണവും നാശം ദൈവശാപത്തിന്റെ ഫലവുമാണെന്നാണ് എബ്രായ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, നാശം എന്ന് പറയുന്നത് ദൈവശാപമാണ്. ധനം കൂടുതൽ സമ്പാദിച്ച് ജീവിതത്തിൽ നാശം, ദൈവശാപം കൂട്ടിവയ്ക്കുവാൻ ഇടയാകരുത്. ധനം അത് വിനിമയം ചെയ്യണം, വിനിയോഗിക്കണം. ശരിയായ രീതിയിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. സമൂഹത്തിന്റെ വേദനയിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ കൊടുക്കുന്നത് അവർക്ക് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുമെന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണം അതിൽ തന്നെ ലക്ഷ്യവും എല്ലാത്തിൻ്റെയും പൂർത്തീകരണവുമായി കാണുന്നതിലാണ് തകരാറ്. എന്താണ്, എവിടെയാണ് പണം പ്രശ്നമായി തീരുന്നത്? പണം അതിൽ തന്നെ ലക്ഷ്യവും എല്ലാത്തിൻ്റെയും പൂർത്തീകരണവുമായി കാണുന്നതിലാണ് തകരാറ്. ധനം അതിൽ തന്നെ തിന്മയല്ല, അതിനോടുള്ള മനോഭാവമാണ് പ്രധാനം. ധനം ഒരിക്കലും തിന്മയല്ല, അതിനോട് മനുഷ്യനുള്ള മനോഭാവമാണ് അതിൻ്റെ തിന്മയായി മാറുന്നത്, പ്രശ്നമായി മാറുന്നത്. എങ്ങനെ നമ്മൾ അതിനെ കാണണം, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, അതിലാണ് ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മിതത്വം പാലിച്ച് കാര്യവിചാരകത്വത്തോടെ കൈകാര്യം ചെയ്യുന്നിടത്തോളം ധനം നല്ലതാണ്. മിതത്വം പാലിക്കണം ജീവിതത്തിൽ. നമ്മുടെ ജീവിതം ദൈവത്തിന് ദാനമാണെങ്കിൽ ദൈവദാനമായ ജീവിതത്തിന് ആവശ്യമായ ആത്മീകമായും ഭൗതികമായ അനുഭവങ്ങൾ എൻ്റെ ദൈവം എനിക്ക് നൽകും. ആ ബോധ്യത്തോടുകൂടെ മിതത്വം പാലിച്ച് കാര്യവിചാരകത്വത്തോടുകൂടെ ജീവിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ വേദപുസ്തകം പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, അല്ലെ, നാളത്തേക്ക് അത് ശേഖരിച്ചു വെക്കുന്നു. നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ശരിയാണെങ്കിലും മിതത്വം പാലിച്ച് കാര്യവിചാരകത്വത്തോടുകൂടെ ദൈവികമായ ഉത്തരവാദിത്വത്തോടുകൂടെ ദൈവികമായ ഇടപെടലിലൂടെ ധനത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ധനം നമ്മെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അത് തിന്മയാകും. ധനം നമ്മളെ ഉപയോഗിച്ചു തുടങ്ങരുത്. ധനം നമ്മളെ ഉപയോഗിക്കരുത്. ധനത്തെ ആരുപയോഗിക്കണം? നമ്മൾ ഉപയോഗിക്കാനിടയാകണം. നമ്മളാണ് ധനത്തെ ഉപയോഗിക്കേണ്ടത്. ധനം നമ്മളെ ഉപയോഗിക്കുവാനിടയാകരുത്. ധനസമ്പാദനത്തിൽ ദൈവം പങ്കാളിയാകണം. എങ്കിൽ നീതിപൂർവമായി പണം സമ്പാദിക്കാനും ചെലവഴിക്കാനും ദൈവമക്കൾക്കിടയാകും. നീതിപൂർവമായി പണം സമ്പാദിക്കാനും ചെലവഴിക്കുവാനും സാധിക്കണമെങ്കിൽ ദൈവം ധനസമ്പാദനത്തിൽ എന്തായിത്തീരണം? പങ്കാളിയായി തീരണം എന്നുള്ളത് വളരെ വ്യക്തമായി വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. സഭാപ്രസംഗി 5-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു, ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു, ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. വലിയ മെത്ത മേടിച്ച് നമ്മൾ ഭവനത്തെ കൊണ്ട് ഇട്ടാൽ കാര്യമില്ല, അല്ലെ, ഉറങ്ങണമെങ്കിൽ, അല്ലെ, വലിയ വിലവെടുപ്പുള്ള മെത്ത മേടിച്ചോ കട്ടിലോ മേടിച്ചിട്ടാൽ ഉറങ്ങാൻ പറ്റുമോ?
മനസ്സിന് ശാന്തതയില്ലെങ്കിൽ അല്ലേ, എത്ര വലിയ മെത്ത മേടിച്ചാലും ഉറങ്ങുവാൻ നമുക്ക് പറ്റത്തില്ല. വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമായോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. അത്യാധുനിക കള്ളന്മാരൊക്കെ ഉള്ള ലോകത്തിലാണ് ജീവിക്കുന്നത് അല്ലേ, ഹൈടെക് കള്ളന്മാർ. മറ്റൊരു രാജ്യത്തിൽ നിന്ന് ATM കാർഡ് ഉപയോഗിച്ച് നമ്മുടെ പണം പിൻവലിക്കുന്ന കള്ളന്മാരെയൊക്കെ നമ്മൾ കണ്ടു. എത്ര വലിയ ഗേറ്റുകൾ, റിമോട്ട് കൺട്രോളുള്ള ഗേറ്റുകളും CCTV ക്യാമറകളും ഒക്കെ സ്ഥാപിച്ചാലും അത് നശിപ്പിച്ച് അല്ലെ ഭവനത്തിന്റെ ഉള്ളിൽ കയറി നമ്മുടെ ധനവും ആഭരണങ്ങളും ഒക്കെ നമ്മളെ കൊന്നിട്ട് പോലും ധനം കൊണ്ടുപോകുന്ന കള്ളന്മാർ ഏറി വരുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ധനസമ്പാദനം ദൈവികമായ മാർഗത്തിലൂടെ കൈകാര്യം ചെയ്യുവാൻ, ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിന്റെ പങ്കാളിത്തത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കണം. അധർമ്മ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ധനം ഉപകരിക്കുകയില്ല എന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അധർമ്മ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ധനം ജീവിതത്തിൽ ഉപകരിക്കപ്പെടുകയില്ല എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തും. ധനത്തേക്കാൾ സൽപ്പേരാണ് നല്ലത് എന്ന് ജ്ഞാനി പറയുന്നുണ്ട്. ധനത്തേക്കാൾ സൽപ്പേരാണ് നല്ലത്. ക്രിസ്തുവിലുള്ള ആ സമ്പന്നത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തുവിലുള്ള ആ ഒരു ധനസമ്പാദനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ച എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും നൽകുവാൻ സന്നദ്ധനാണെന്നുള്ള ബോധ്യം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപുരസ്സരം ജീവിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ സന്നിധി ആത്മീകമായ സുഹൃതമുള്ള ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ കണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ ഞാൻ ദൈവമെന്ന് കണ്ട് യഹോവയ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിഞ്ഞ് തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് യഹോവയുടെ അരുളപ്പാട്. നീതിയും ന്യായവും ദയയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. അവന്റെ സന്നിധിയിൽ ആ ജീവിതമാണ് അവന് പ്രസാദം. ആ പ്രസാദപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകണം. അതിന് നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നോമ്പും നമ്മുടെ സമർപ്പണങ്ങളും നേർച്ച കാഴ്ചകളും വഴിപാടുകളും മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ അനവധി നേടി ദൈവത്തിന് നല്ല മക്കളായി തീരുവാൻ ദൈവം നൽകിയ ഈ ജീവിതം സുഹൃതമുള്ള ജീവിതമായി, മൂല്യമുള്ള ജീവിതമായി, ഒരു പരിശുദ്ധ പിതാവിന്റെ ആ വലിയ സ്മരണയെ നിലനിർത്തുന്ന ഈ ദേവാലയത്തിന്റെ ആ വിശുദ്ധിയിൽ ആ പിതാവ് കാണിച്ചു തരുന്ന ആത്മീകമായ പാഠങ്ങളെ, സന്ദേശങ്ങളെ തന്റെ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ക്രിസ്തുവിന് അനുരൂപമായി ഈ ഭൂമിയിൽ ജീവിച്ച് ഇന്നും ആ സ്വർഗീയ മധ്യസ്ഥത ദൈവത്തിന്റെ സന്നിധി സ്വീകാര്യമായി തീരുവാൻ ആ പരിശുദ്ധ പിതാവിന് സാധിക്കുന്നത് പോലെ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് നമുക്ക് ലഭിച്ച അറിവും ധനവും ബലവും എന്റെ ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്രകാരം നല്ലൊരു അവസരം ഒരുക്കി തന്ന ഇന്നലെ വൈകുന്നേരമാണ് ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ ഇപ്രകാരം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. ഇങ്ങനെ പരിശുദ്ധനായ പരിമൾ തിരുമേനിയുടെ ഈ പാദസ്പർശമേറ്റ ഈ ദേവാലയത്തിൽ വന്ന് ദൈവവചനത്തെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് അറിയിക്കുവാൻ ലഭിച്ച അവസരം ഏറ്റവും പ്രിയപ്പെട്ട മാനേജർ അച്ഛനോടുള്ള നന്ദി സ്നേഹവും മറ്റെല്ലാ വൈദികരോടും നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.